എംപ്ലോയീസ് എല്ലാം മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാ ഓണ്ടർപ്രണേഴ്സിന്റെയും വലിയൊരു ആഗ്രഹമായിരിക്കും. സാധാരണയായിട്ട് കമ്പനികൾ കൊടുക്കുന്നത് 3 രീതിയിലാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പണിഷ്മെന്റ് ആണ്. ഫിയർ ഓഫ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് അടിച്ചില്ലെങ്കിൽ ഇവർക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പെയിനും അല്ലെങ്കിൽ റിവ്യൂ മീറ്റിംഗിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന ഹരാസ്മെന്റും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ ആ സെയിൽസ് ടാർഗറ്റ് അടിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. എനിക്ക് തോന്നുന്നു 99% ഓഫ് കമ്പനീസും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. ഇത് ഏറ്റവും നല്ലൊരു വഴിയാണ്. പക്ഷേ ഇതിന്റെ ഒരു മറുപുറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് ആ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ എംപ്ലോയി എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻസെന്റീവ് അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് അവന്റെ മനസ്സിൽ വരുന്നത്. ഇത് ലോങ് ടൈമിൽ ഒരു പക്ഷേ ചില സമയങ്ങളിൽ ഈ എംപ്ലോയിക്ക് ഡീമോട്ടിവേഷൻ സംഭവിക്കാം. മൂന്നാമത്തെ നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവന്റെ പേഴ്സണൽ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവന്റെ നോളജ് ഡെവലപ്പ് ചെയ്യാനും അവന്റെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ട്രെയിനിങ്സും കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും എല്ലാ ഓണ്ടർപ്രണേഴ്സും മറന്നു പോകുന്നൊരു വലിയൊരു കാര്യം ഇതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ലോങ് ടൈമിൽ അവന്റെ സ്കില്ലിലും നോളജിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ നമ്മുടെ കമ്പനിയിൽ എന്നും വലിയൊരു അസറ്റായി മാറുകയും ലോങ് ടൈമിൽ വലിയ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി അവന് കഴിയുകയും ചെയ്യും. പ്രധാനമായിട്ടും ഈ രീതിയിലാണ് നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്.